മോളെ മുത്തശ്ശി, ഞാനൊന്നും അറിഞ്ഞില്ല മുത്തശ്ശി. സ്വപ്നത്തെ പോലും വിചാരിക്കാത്ത കാര്യങ്ങളാ കുഞ്ഞേച്ചി പറഞ്ഞത്, അതും എല്ലാവരുടെയും മുന്നിൽ വെച്ച്. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല മുത്തശ്ശി, സഹിക്കാൻ പറ്റുന്നില്ല. ഇന്നലെ രാത്രി മുതല് നെഞ്ചു നേറി കരയുന്നതല്ലേ മോളെ നീ? മതി, സമാധാനിക്ക. എനിക്കൊരു മനസ്സില്ലേ മുത്തശ്ശി, ഞാൻ എങ്ങനെയാ സമാധാനിക്ക? എന്തിനാ കുഞ്ഞേച്ചി എന്നെ കുറിച്ച് ഇങ്ങനെ? ഇത്തിരി കുറുമ്പും കുശുമ്പും ഒക്കെ എനിക്കുണ്ട്. എന്നാലും എന്റെ ഏട്ടന്റെയും കുഞ്ഞിനെ ഇല്ലാതാക്കാൻ മാത്രം അത്രയ്ക്ക് നീചയാണോ ഞാൻ? ആണോ മുത്തശ്ശി? അത്രയ്ക്ക് ദുഷ്ടയാണോ? അല്ല മോളെ, അല്ല. നിനക്ക് അങ്ങനെയൊന്നും ചെയ്യാനാവില്ലെന്ന് ഏട്ടന് മാത്രമല്ല, മുത്തശ്ശിക്കും അറിയാം, ഇവിടെ എല്ലാവർക്കും അറിയാം. എന്നാലും കുഞ്ഞേച്ചി എന്നെ കുറിച്ച് ഇങ്ങനൊരു വലിയ നോണ ഈ മഹാഭാവം പറഞ്ഞില്ലേ, എനിക്കത് ഓർക്കാൻ പോലും വയ്യ മുത്തശ്ശി. ഈ നാട്ടിൽ നിന്ന് എങ്ങോട്ടെങ്കിലും പോവാൻ തോന്നിപ്പോ എനിക്ക്. അയ്യോ എന്റെ പൊന്നുമോളെ, നീ ഇങ്ങനെയൊന്നും പറയരുതേ. കുഞ്ഞേച്ചിക്ക് നാക്ക് പിഴവ് പറ്റിയതായിരിക്കും, അങ്ങനെ അങ്ങ് സമാധാനിക്കേ. കരയല്ലേ മോളെ വീണേ, നീ വിഷമിക്കാതെ. നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഏട്ടനും ഏട്ടത്തിക്കും ദോഷം വരുന്നതൊന്നും നിനക്ക് ചെയ്യാനാവില്ല, അതെനിക്ക് ഉറപ്പാ. കേട്ടില്ലേ മോളെ, ഏട്ടത്തി ഇങ്ങനെ പറഞ്ഞാ പിന്നെ എന്തിനാ നീ സങ്കടപ്പെടുന്നേ? എന്നാലും കുഞ്ഞേച്ചി, എന്റെ കുഞ്ഞേച്ചി എന്നോട് ഇങ്ങനെ ഒരു ക്രൂരത പറഞ്ഞു കളഞ്ഞല്ലോ മുത്തശ്ശി. ഏട്ടത്തി ഇന്നലെ രാത്രിയിലെ പറഞ്ഞില്ലേ വീണേ, വിസ്മയ്ക്ക് എന്തോ അബദ്ധം പറ്റിയതാ. അങ്ങനെ തന്നെയാവൂന്ന് ഉറപ്പാ. അവളത് തിരിച്ചറിയും. പറ്റിയ അബദ്ധം മനസ്സിലാക്കും വിസ്മയ. ആ മരുന്നിന്റെ കവറ് വിസ്മയ കണ്ടതാ കുഴപ്പമായത്. കവറ് കാറ്റത്ത് പാറി വന്നതോ മറ്റോ ആയിരിക്കും ഇവിടെ. അല്ലാതെ മെഡിക്കൽ സ്റ്റോറിൽ പോയി ഇവിടെ ആരാ മരുന്ന് വാങ്ങാൻ? ഞാനും അതാ ആലോചിച്ചോണ്ടിരുന്നേ. മോളെ, എന്തുകൊണ്ടാ കുഞ്ഞേച്ചി അങ്ങനെ പറഞ്ഞതെന്ന് മുത്തശ്ശി കുഞ്ഞേച്ചിയെ തനിച്ച് വിളിച്ചു ചോദിച്ചോളാം. നീ സമാധാനിക്കേ. മറ്റാരാണെങ്കിലും സാരമില്ലായിരുന്നു, എന്റെ കുഞ്ഞേച്ചി ആയതുകൊണ്ടാ. മോളെ, കുഞ്ഞേച്ചി ഇനി ഒന്നും പറയുന്നില്ല. ഞാൻ കാരണം ഇവിടെ ഇനിയൊരു പ്രശ്നം ഉണ്ടാവാനും പാടില്ല. തിരിച്ചു പോവാ. എന്താ മോളെ നീ പറഞ്ഞത്? തിരിച്ചു പോകാനോ? ഒരു ദിവസം കൂടി നീ ഇവിടെ തികച്ചു നിന്നില്ലല്ലോ. അതെ, ഒന്ന് കണ്ണ് നിറയെ നിന്നെ കണ്ട് കൊതി തീർന്നില്ലല്ലോ മോളെ. കുറച്ചുനാൾ കഴിഞ്ഞ് ഞാൻ വരും മുത്തശ്ശി. ഇപ്പൊ ഞാനിവിടെ നിന്നാ ശരിയാവില്ല. തന്നെയല്ല, പോയിട്ട് ചെയ്തു തീർക്കേണ്ട ഒരുപാട് ജോലികളുണ്ട്. എന്നാലും 2 ദിവസം കൂടി നിന്നിട്ട് അമ്മ നിനക്ക് ഒരു പിടി ചോറ് പോലും വാരി തന്നില്ലല്ലോ മോളെ. മോളെ, ഞാൻ വൈകാതെ ഇങ്ങ് വന്നോളാം അമ്മ. ഞാൻ ഇറങ്ങിപ്പോകുമ്പോ പുറകേന്ന് വിളിക്കരുത് മുത്തശ്ശി. കുഞ്ഞേച്ചി പോയിട്ട് വരാം. ഇറങ്ങാ ഏട്ടത്തി. വിനയേട്ടനോടൊരു വാക്കുപോലും പറയാതെയാണോ? സാരമില്ല, ഏട്ടന്റെ മനസ്സിൽ
ഞാനിപ്പോ വെറും ഒരു അന്യയാ. ഏട്ടനോട് പറഞ്ഞിട്ടല്ലല്ലോ ഞാൻ വന്നതും. ഇന്നലെ ഇവിടെ നടന്നതിനെല്ലാം കാരണം എന്റെ തെറ്റിദ്ധാരണയാണെന്ന് ഏട്ടത്തി മനസ്സിൽ അടിവരയിട്ട് വെക്കണ്ട. ഞാൻ പറഞ്ഞത് എനിക്ക് പൂർണ്ണ ബോധ്യമുള്ള കാര്യ. ഏട്ടത്തി എന്തായാലും സൂക്ഷിച്ചോ. വിമലേച്ചി ഇവിടെ ഇല്ലെങ്കിലും ഏത് രീതിയിലും ഈ കുടുംബത്തിൽ ഇനിയും കുഴപ്പങ്ങൾ ഉണ്ടാവും. എനിക്കറിയാവുന്നിടത്തോളം വിമലേച്ചി എന്തെങ്കിലും ഒരു കാര്യം മനസ്സിൽ തീരുമാനിച്ച അതും കൊണ്ടേ പോവും. മോളെ ഇങ്ങു വാടൂ. ഒരു ലീഡിംഗ് വക്കീല് നിന്റെ വിവരം അറിയാൻ ഇവിടെ ഇങ്ങനെ കുറ്റിയടിച്ചിരിക്കുന്നത് കണ്ടിട്ടും മൈൻഡ് ചെയ്തങ്ങ് പോയാലോ. മാത്രമല്ല സർവന്റ് അടുക്കളയിൽ ഉണ്ടാക്കി വെച്ച ആഹാരം നീ വരുമ്പോ കഴിക്കാനായിട്ട് ദാ ഇവിടെ റെഡിയാക്കി വെക്കുകയും ചെയ്തു. എന്തു പറ്റി? മുഖം കണ്ടിട്ട് ഡോക്ടർ അന്നാക്കുര്യനെ കണ്ടിട്ട് ഗുണമൊന്നും ഉണ്ടായില്ലെന്ന് തോന്നുന്നു. ഒരു വലിയ ഡോക്ടർ, മെഡിക്കൽ കോളേജ് പ്രൊഫസറാണ് പോലും. പേരും കള്ളിയാണെന്ന് മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്. എന്റെ മുഖത്ത് നോക്കി പറഞ്ഞത് അത്രയും പച്ചക്കള്ളമായിരുന്നു. പച്ചക്കള്ളം. മനസ്സിലായി. സാരമില്ല, ജസ്റ്റ് ലീവ് ഇറ്റ്. നീ ഇപ്പൊ ചെയ്യേണ്ടത് റിലാക്സ് ചെയ്യാന്നുള്ളതാണ്. കമോൺ. നിന്റെ മുഖഭാവം കണ്ടിട്ട് എനിക്ക് നല്ല ടെൻഷൻ ആവുന്നുണ്ട്. വാ, എന്നിട്ടിതാ ഈ വെള്ളം കുടിക്ക. കമോൺ. എന്റെ ഭർത്താവുമായി റിലേഷനിലുള്ള ആ പെണ്ണിനെ കണ്ടെത്താൻ എനിക്ക് കഴിഞ്ഞില്ല. Nobody is there to help me. Nobody. അവള് പ്രസവിക്കും. നാളെ ആ കുഞ്ഞ് ഹിന്ദീവരത്തിലെ അനന്തരാവകാശിയായി വളരും. അജിയുടെ അവന്റെ അമ്മമാരുടെ മുന്നിൽ ഞാൻ തോറ്റുപോകും. എല്ലാവരുടെ മുന്നിൽ നാണം കെട്ടി തല താഴ്ത്തി നിൽക്കേണ്ടി വരും ഈ നന്ദയ്ക്ക്. അതിലും ഭേദം ഞാനങ്ങ് ചാവുന്നതാ, സ്വയം ഇല്ലാതാവുന്നതാ. ഹേ, നീ ഇങ്ങനെ തളർന്നു പോകല്ലേ മോളെ. ദാ ഈ വെള്ളം കുടിക്കേ. പ്ലീസ് റിലാക്സ്, കൂൾ ഡൗൺ. പിന്നെന്താ എനിക്ക് മുന്നിലൊരു വഴി? അച്ഛൻ വക്കീൽ പറഞ്ഞതാ എന്താ ഒരു വഴിയില്ല. എന്റെ ജീവിതവും എന്റെ ഭർത്താവും എല്ലാം തിരിച്ചു കിട്ടാൻ, ആത്മാഭിമാനത്തോടെ എനിക്ക് ജീവിക്കാൻ ഒരു മാർഗം പറഞ്ഞു തരാൻ അച്ഛന് പറ്റുമോ? പറ്റുമെന്നാ ചോദിച്ചത്. മോളെ, മോളെ, നന്ദേ, അച്ഛന്ന് പറയട്ടെ. നിൽക്കാൻ നന്ദേ. മോളെ, നന്ദേ, നീ നിൽക്കാൻ. മോളെ, നന്ദേ, വാതിൽ തുറക്ക്. മോളെ, അച്ഛനാ പറയുന്നത്, വാതിലും തുറക്ക്. മോളെ, വാതിൽ തുറക്കാൻ. നന്ദേ, മോളെ, വാതിൽ തുറക്ക്. മോളെ, വാതിൽ തുറക്കാൻ. വാതിൽ ഉറക്ക് മോളെ. നന്ദേ, വാതിൽ ഉറക്ക്. ഓക്കെ സാർ, സന്തോഷം. ഫാമിലിയിൽ എന്ത് ഫംഗ്ഷൻ നടന്നാലും ഇങ്ങോട്ട് തന്നെ വരുമല്ലോ. തീർച്ചയായും. ഇവിടുത്തെ കളക്ഷനും സ്റ്റാഫിന്റെ പെരുമാറ്റമൊക്കെ എനിക്ക് വളരെ ഇഷ്ടമായി. ഞങ്ങളുടെ കുറെ വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്, അതിലൊക്കെ ഞാൻ ഈ ടെക്സ്റ്റൈൽസിന്റെ പ്രൊമോഷൻ കൊടുക്കുന്നുണ്ട്. താങ്ക് യു സാർ. അപ്പൊ ശരി. ശരി.
ഗുഡ് മോർണിംഗ് സാർ. ആ, പാർക്കിങ്ങിൽ സ്ഥലമില്ല. ബൈക്ക് അവിടെ ക്രോസ് ചെയ്ത് വെച്ചിരിക്കുക. എവിടെയെന്ന് വെച്ചാൽ മാറ്റി പാർക്ക് ചെയ്തേക്ക്. ഓക്കെ സാർ. എന്താ എല്ലാരും കൂടി ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നേ? കൂറ തുണിയും ടവലും വാങ്ങാൻ വന്ന വല്ല ചീള് കസ്റ്റമേഴ്സ് ഒന്നും അല്ല ഞങ്ങള്. ഈ ടെക്സ്റ്റൈൽസിൽ നേരിട്ട് അവകാശമുള്ളവരാ. ഭീമല മാഡത്തിന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാലോ. ആ, ഇതെന്റെ ഹസ്ബൻഡ് ഹരീന്ദ്രൻ നായർ. ഭർത്താവിന്റെ കേമത്തും ഒക്കെ ഇർഷാദ് സാർ ചോമരിലേക്ക് തൂക്കി എറിഞ്ഞപ്പോ കണ്ടതാ അല്ലേടി? ഹലോ, എന്താ ഇങ്ങനെ കുശുകുശുക്കുന്നേ? കുറ്റം പറഞ്ഞാണെങ്കിലേ ഉറക്കെ പറ, ഞാനിവിടെ കേക്കട്ടെ. സാറിനെ നന്നായി അറിയാന്ന് പറഞ്ഞതാ മാഡം. അറിയാൻ കിടക്കുന്നതേ ഉള്ളൂ. ആ, ഹരിയേട്ടനാ കൗണ്ടറിൽ കയറിയിരിക്കെ. എനിക്ക് കുറച്ച് പണിയുണ്ട്. ശരിയാ. ഇതെന്ത് ചീപ്പ് ക്വാളിറ്റി ക്ലോത്താ, നിറയെ പൊടിയും പിടിച്ചിട്ടുണ്ട്. ഇതൊക്കെ വിറ്റ വാങ്ങിയ കസ്റ്റമേഴ്സ് പിന്നെ ഈ കടയിലേക്ക് തിരിച്ചു വരുമോ? ഹലോ, ഒന്നിങ്ങി വന്നേ. എന്നെ മാഡം? നിന്നെ മുമ്പ് കണ്ടിട്ടുണ്ടല്ലോ. എന്താ നിന്റെ പേര്? മല്ലി. ഞാൻ ചേച്ചിയുടെ വീട്ടിൽ വന്നിട്ടുണ്ടല്ലോ. രോഹിണി കൂടെ ഞാൻ അവ കൂടെ വർക്ക് ചെയ്തതാ. ശരി ശരി, ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ആ, ഏതായാലും നീ പോയി ആ മാനേജറെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വാ, ഒരു കാര്യമുണ്ട്. എന്നെ മേഡം ഇഷ്യൂ എന്നോട് പറഞ്ഞ പോതും? അതെങ്ങനെ പോതും? നീ സെയിൽസ് ഗേൾ അല്ലേ? ഇല്ല, സൂപ്പർവൈസറാ. സൂപ്പർവൈസറോ? രോഹിണിയുടെ കൂടെ സെയിൽസ് ഗേളായി പണിയെടുത്തിട്ട് ഇവിടെ എത്തിയപ്പോ അങ്ങ് പ്രൊമോഷനായോ? ആ, ഇതൊക്കെ ഈ ടെക്സ്റ്റൈൽസിൽ മാത്രമേ നടക്കൂ. തലയിൽ ഓളം വെച്ചിരിക്കുന്ന ആളല്ലേ തലപ്പത്തിരിക്കുന്നേ, പിന്നെ എങ്ങനാ? എല്ലാം ഒന്ന് പൊളിച്ചടുക്കിയേ പറ്റൂ. അല്ല, നീ എന്താ മിഴിച്ചു നിൽക്കുന്നേ? മാനേജറെ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞത് കേട്ടൂടെ? ഏയ്, ഒന്ന് വരൂ. എന്നെ സർ? ഒരു ഗ്ലാസ് കോൾഡ് വാട്ടർ വേണം. സെൻട്രലൈസ്ഡ് AC ആണ് സർ. സോ വാട്ട്? കോൾഡ് വാട്ടർ കുടിച്ചാൽ സൗണ്ട് പോയിടും. വലിയ ഡയലോഗൊന്നും വേണ്ട. കുടിവെള്ളം തരാൻ പറഞ്ഞ വയ്യ നിനക്ക്? ഇല്ല സർ, കൊടുത്തു വിടല. സർ, ചാവി. സർ, അങ്കി വിളിക്കുന്നുണ്ട്. ആ. ഇതൊക്കെ കണ്ട 90s കിഡ്സിന് വേണ്ടിയുള്ള കടയാണെന്ന് തോന്നുമല്ലോ.
എന്താ മാഡം വരാൻ പറഞ്ഞത്? ആ അപ്പുറത്തെ മെൻ സെക്ഷനിലെ പൊടി പിടിച്ച് ജാംബോന്റെ കാലത്തെ കുറെ തുണികൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അതൊക്കെ റീപ്ലേസ് ചെയ്യണം വേഗം. വിനയൻ സാറിനോടൊന്ന് പറയട്ടെ. വിനയൻ സാറിനെ മാത്രമല്ല, ഇനിയിപ്പോ വേറെ ചിലരെ അനുസരിക്കേണ്ടി വരും. ആ പിന്നെ ഈ ലേഡീസ് സെക്ഷനിൽ ഡിസ്പ്ലേ ചെയ്യാൻ പറ്റിയ ഡ്രസ്സുകളാണോ ഇതൊക്കെ? ന്യൂജൻ പെൺകുട്ടികൾ കണ്ട ഈ ഭാഗത്തേക്ക് പിന്നെ തിരിഞ്ഞു നോക്കുവോ? ഷോപ്പിന് വളർച്ച ഉണ്ടാവണമെങ്കിൽ ഇതൊക്കെ വാരിക്കൊണ്ട് പോയി അങ്ങ് കത്തിക്കണം. എന്നിട്ട് നല്ല ഗാഗ്ര ചോളിയും മിഡിയും ടോപ്പും രാജസ്ഥാൻ ചുരിദാറുകളും ഒക്കെ കൊണ്ടുവെക്കണം. അതൊക്കെ പാത്ത ന്യൂജൻസ് മൊത്തം ഓടും മാഡം. കളിയാക്കിയതാണോ നീ? വന്നപ്പോഴേ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, നിനക്കൊരെല്ല് കൂടുതലാ. എന്റെ മേഡം ഈ പറഞ്ഞതൊക്കെ 10 വർഷം മുന്നോട്ടുള്ള മെറ്റീരിയൽസാ. കുർത്തിയും കോട്ട് സെറ്റും വെസ്റ്റേൺ വെയറും ഒക്കെയാ ഇപ്പോഴത്തെ പെമ്പിള്ളേർക്ക് പിടിച്ച ട്രെൻഡി ഡ്രസ്സുകൾ. ആ നീ ഇപ്പൊ 2 ജ്യൂസ് കൊണ്ടുവാ. പറഞ്ഞത് കേട്ടില്ലേ? ചെല്ല്. ആ ഒരു ജ്യൂസേ അവിടെ എന്റെ ഹസ്ബൻഡിനെ കൊടുത്തേക്ക്. മല്ലി നിക്ക. കടയിൽ വരാനുള്ള അവകാശം നിനക്കുണ്ട്. ഇവിടെ നിന്നുള്ള വരുമാനത്തിൽ ഒരു പങ്കും നിനക്ക് കിട്ടും. പക്ഷേ എന്റെ സ്റ്റാഫിനെ അപമാനിക്കാൻ മെനക്കെടരുത്, മനസ്സിലായോ? എനിക്ക് തോന്നിയ അഭിപ്രായമൊക്കെ ഞാൻ പറഞ്ഞു വരും. കട നടത്തുന്ന കാര്യത്തിൽ നിന്റെ എന്നല്ല ആരുടെ അഭിപ്രായം ഞാൻ പരിഗണിക്കില്ല. എനിക്കിവിടെ നല്ല കഴിവും പ്രാപ്തിയുള്ള ഒരു ടീമുണ്ട്. കാലത്തിനും ട്രെൻഡിനും ചേരുന്ന വസ്ത്രങ്ങളെക്കുറിച്ച് നല്ല ധാരണയുള്ള ജീവനക്കാരാണ് ഇവിടെയുള്ളവര്. പലരും ഫാഷൻ ഡിസൈനിങ് ഒക്കെ പഠിച്ചവരുവാ. ഈ ടെക്സ്റ്റൈൽസ് നന്നായി നടത്തിക്കൊണ്ടു പോകാൻ എനിക്ക് അവരുടെ സപ്പോർട്ട് ധാരാളം മതി. ഇപ്പോഴെന്താ വിശേഷിച്ച് ഇവിടെ? വല്ലതും പറയാനുണ്ടെങ്കിൽ പെട്ടെന്നാവണം. അല്പം കൂടി കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിന്റെ തിരക്കാവും. നിങ്ങളും നിങ്ങളുടെ പ്രാപ്തിയുള്ള ടീമും ചേർന്ന് ഗംഭീര കച്ചവടം നടത്തിയിട്ടല്ലേ കുത്തുവാളെടുക്കുന്ന നിലയിലായത്. കാശ് കൊണ്ടുവന്ന് തരാൻ വിസ്മയില്ലായിരുന്നെങ്കിൽ കാണായിരുന്നു അവസ്ഥ. കടയൊക്കെ അടച്ചുപൂട്ടി കുലുക്കി സർബത്ത് വിൽക്കേണ്ട ഗതി വന്നേനെ. ഇത് പറയാനാണോ നീ ഇപ്പൊ വന്നത്? പറയാനുള്ളത് പറയും. കട ഇനി ഇങ്ങനെ പോയാൽ പറ്റില്ല. നിങ്ങൾ ഒറ്റയ്ക്ക് ഈ സ്ഥാപനം നടത്തിയാലേ കട അധോഗതിയിലേക്ക് പോവേ ഉള്ളൂ. അത് മനസ്സിലാക്കിയിട്ടാ എന്റെ ഭർത്താവ് ഇർഷാദിക്കയുടെ ഷെയർ വാങ്ങിക്കൊണ്ട് വന്നത്. പക്ഷെ അത്യാഗ്രഹം മാത്രമേ കൈമുതലായിട്ടുണ്ടായിരുന്നുള്ളൂ. അറിയാത്തതല്ലോ, കള്ളച്ചെക്ക് കൊടുത്ത് പറ്റിച്ചതിന് ഇർഷാദിന്റെ കയ്യിൽ നിന്ന് മേടിക്കുകയും ചെയ്തു. പൊന്നളിയനെ കൂടുതൽ നിർത്തി നാണം കെടുത്തിണ്ടെന്ന് കരുതിയ അന്ന് അവിടെ നിന്ന് ഞാൻ ഇറക്കി വിട്ടതും. കടയുടെ ഷെയർ ചോദിച്ചൊന്നും അല്ല ഞാനിപ്പോ വന്നത്. എനിക്കൊരു ജോലി വേണം ഇവിടെ. MA വരെ പഠിച്ച ഞാൻ ഇവിടെ ഉള്ളപ്പോ മറ്റൊരു മാനേജർ ഇവിടെ വേണ്ട. ഇയാളെ പറഞ്ഞു വിടണം. നാളെ മുതല് ഞാൻ ഇവിടുത്തെ കാര്യങ്ങൾ നോക്കിക്കോളാം. നീ വന്ന് നോക്കി നടത്താൻ ഇത് നിന്റെ ട്യൂഷൻ ക്ലാസ് അല്ല. ഭർത്താവിനെ വിളിച്ചോണ്ട് പോവാൻ നോക്ക്. എനിക്ക് വീട്ടിലിരിക്കാൻ വയ്യ. എന്തെങ്കിലും ജോലി ചെയ്തേ പറ്റൂ. നിങ്ങൾ തടഞ്ഞാലും നാളെ ഞാൻ ഇവിടെ വന്ന് ഇയാളുടെ സീറ്റിലിരിക്കും. അതെ, നിങ്ങൾ എന്നെ ഇവിടുന്ന് അപമാനിച്ചിറക്കി വിട്ടപ്പോ ഒന്നും പറയാതെ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതാ. എനിക്കിവിടെ യാതൊരു അവകാശവും ഇല്ലെന്ന് ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാ. പക്ഷേ വിമലയെ ഒരു കാര്യത്തിനും ഇവിടെ തടയാനും ഇറക്കി വിടാനും നിങ്ങൾ മുതിർന്നേക്കരുത്. അങ്ങനെ ചെയ്താ കളി മാറും, പറഞ്ഞേക്കാം. അത് പറയാൻ നീ ആരാടാ? ഒരിക്കൽ നിന്നോട് ഞാൻ പറഞ്ഞു സ്വന്തം ബന്ധമൊക്കെ വീട്ടിൽ മാത്രം മതിയെന്ന്. ഇവളെയും വിളിച്ചോണ്ട് വന്നിട്ട് വരട്ടി കാര്യം നേടാന്ന് കരുതിയോ നീ? വന്ന വാതിൽ അവിടെ തുറന്നു കിടക്കുക. ഉടൻ സ്ഥലം വിട്ടോ 2 എണ്ണം.
ജോലിയുടെ കാര്യത്തിൽ തീരുമാനമാവാതെ ഞങ്ങൾ ഇവിടുന്ന് പോവില്ല. ആ ഇറക്കി വിടാൻ പറ്റുമെന്ന് നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്ക്. നിന്നോടൊന്നും തർക്കിക്കാനും മൽപ്പിടുത്തത്തിനും ഞാനില്ല. എന്റെ പെങ്ങന്മാർക്ക് ജോലി കൊടുക്കാനല്ല ഞാൻ ഈ കട നടത്തുന്നത്. ഇക്കാര്യത്തിൽ ഇനി ഒരു സംസാരമില്ല. നീ ഇവിടെ പായ വിരിച്ച് സത്യാഗ്രഹം കിടന്നാൽ പോലും നീ ഇവിടെ കിടക്കത്തേ ഉള്ളൂ, കേട്ടോ? ആ, നീ എന്തിനാ വിളിച്ചത്? വിനേട്ടാ, വിസ്മയ പോയി. മുത്തശ്ശിയും ഞങ്ങളും അമ്മയും ഒക്കെ കാല് പിടിച്ച് പറഞ്ഞിട്ടും അവള് നിന്നില്ല. വിസ്മയുടെ നമ്പർ ഇപ്പൊ സ്വിച്ച് ഓണില്ല. വിനേട്ടൻ ഒന്ന് വിളിച്ച് പോവല്ലെന്ന് പറയൂ. ഞാൻ വിളിക്കില്ല. പോട്ടെ, എവിടെയെങ്കിലും പോയി തൊലയട്ടെ. തേടിപ്പോകാനോ അന്വേഷിക്കാനോ എനിക്ക് മനസ്സില്ല. 3 കൂടപ്പറപ്പുകളുണ്ട് എനിക്ക്. കുഞ്ഞുനാളിൽ എന്റെ വിരൽ തൂങ്ങിയല്ലാതെ ഒരിടത്തും പോകാത്തവരാ. ഈ നെഞ്ചിലെ ചൂടേറ്റ് വളർന്നവരാ. മുതിർന്നപ്പോ അങ്ങ് വളർന്ന ആളായും തോന്നിയപ്പോ ഈ നെഞ്ചിൽ തന്നെ ചവിട്ടി അവരിൽ 2 പേര്. ഒരാൾ ഏട്ടനെ ചതിച്ചു, മറ്റൊരാൾ ഏട്ടനെ ശത്രുവാക്കി. അതൊന്നും പോരാഞ്ഞിട്ടിപ്പോ ഗർഭത്തിലിരിക്കുന്ന കുഞ്ഞിനെ നശിപ്പിക്കാൻ നടക്കുക ആ ഒരുത്തി. മറ്റൊരുത്തി ഇവിടെ എന്റെ സ്വസ്ഥത തകർക്കാൻ എത്തിയിരിക്കുക. വയ്യ, എല്ലാം മടുത്തു. ജീവിതം തന്നെ വേണ്ടാന്ന് വെച്ച് എല്ലാം അവസാനിപ്പിച്ചാലെന്ന് തോന്നിപ്പോവുക. എന്റെ പെങ്ങന്മാരെന്നെ മനസമാധാനത്തോടെ മുന്നോട്ട് പോകാൻ സമ്മതിക്കില്ല. ഒന്നുകിൽ എന്റെ കുടുംബം തകർക്കും, അല്ലെങ്കിൽ എന്നെ വീണ്ടും ഭ്രാന്തനാക്കും. പിന്നെ എന്തിനാ ഇതൊക്കെ? എന്തിനാ ഇതൊക്കെ ഞാൻ ആയുസ് കളഞ്ഞ് കൊണ്ടു നടക്കുന്നത്? ഒന്നും വേണ്ട, നശിക്കട്ടെ, നശിക്കട്ടെ, എല്ലാം നശിച്ചു പോട്ടെ.